സ്വാഗതം സ്വാഗതം സ്വാഗതം. യവനിക ഉയരുകയായി, കലയുടെ നെയ്ത്തിരി തെളിയുകയായി. യവനിക ഉയരുകയായി, കലയുടെ നെയ്ത്തിരി തെളിയുകയായി. പൂത്താലങ്ങളുമായി ക്ഷണിച്ചിടുന്നിതാ, ഈ മരക്കൊമ്പിൽ കൂടുകൂട്ടിയ പ്രവാസി മൈനകൾ. സ്വാഗതം സ്വാഗതം സ്വാഗതം. യവനിക ഉയരുകയായി, കലയുടെ നെയ്ത്തിരി തെളിയുകയായി. യവനിക ഉയരുകയായി, കലയുടെ നെയ്ത്തിരി തെളിയുകയായി. ഈ ലോകത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ധനം അത് സ്വർണമോ വെള്ളിയോ അധികാരമോ അല്ല. മനുഷ്യനെ മനുഷ്യനാക്കുന്ന, കാലത്തെ അതിജീവിക്കുന്ന ഒരേയൊരു ശക്തി, സ്നേഹം. ഇരുളിൻ്റെ കോണുകളിൽ അനാഥമായി പോകുന്ന കൈകൾക്ക് ഒരു താങ്ങായി മാറുമ്പോൾ നമ്മളതിനെ ധർമ്മമെന്ന് വിളിക്കുന്നു. വീണുപോയവൻ്റെ കണ്ണുനീരൊപ്പി അവനൊരു പുഞ്ചിരി സമ്മാനിക്കുമ്പോൾ അതിന് ദയയെന്ന് വിളിക്കാം. ഈ മൂന്ന് പുണ്യങ്ങളില്ലാത്ത ഒരു ലോകം എത്ര ശൂന്യമായിരിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സ്വന്തം ജീവിതം കൊണ്ട് ഒരു വലിയ സത്യം വെളിപ്പെടുത്തിയ ചില മനുഷ്യരുടെ കഥയാണിത്. ദയയുടെയും ധർമ്മത്തിൻ്റെയും വെളിച്ചം കൊണ്ട് സ്നേഹത്തിൻ്റെ പാത വെട്ടിത്തുറന്നവരുടെ കഥ. ഉത്തരം തേടി. വചനം പറയുന്നു, സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. മനസ്സുകൊണ്ട് കാണാൻ ശ്രമിക്കുക, കേൾക്കുക. ഉത്തരം തേടി. സ്നേഹമുള്ളവരെ, അങ്ങനെ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ എല്ലാവരും തന്നെ സംസാരിച്ചു കഴിഞ്ഞു. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു വ്യക്തിയിലേക്കാണ്. നമ്മുടെ കാറ്റഗിസം പരീക്ഷയിൽ രൂപതാ തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ നമ്മുടെ സ്വന്തം പ്രിയപ്പെട്ട നമ്മുടെ ക്രിസ്റ്റി. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ, ഒത്തിരി സ്നേഹത്തോടെ ഞാൻ ക്രിസ്റ്റിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ക്രിസ്റ്റി, പ്ലീസ് കം ഓൺ ടു ദ സ്റ്റേജ്. നമുക്ക് നല്ലൊരു കയ്യടി ക്രിസ്റ്റിക്ക് സമ്മാനിക്കാം. ക്രിസ്റ്റിക്ക് ഈ ഇടവകയുടെ ആദരവ് നൽകുന്നതിനായി നമ്മുടെ വികാരി അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇടവകയുടെ ആദരവ് ഏറ്റുവാങ്ങിയ നമ്മുടെ ക്രിസ്റ്റിയുടെ വിജയത്തിന്റെ രഹസ്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടി ഞാൻ എൻ്റെ മൈക്ക് ക്രിസ്റ്റിക്ക് കൈമാറുകയാണ്. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ച, വർഗീസ് മാഷെ, ജോഷി ചേട്ട, സംഗീത ടീച്ചറെ, നീന സിസ്റ്ററെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, പ്രിയരെ, ഇവിടെ നിൽക്കാൻ ഒട്ടും യോഗ്യതയില്ലാത്തവളാ ഞാൻ. അല്ലെങ്കിൽ ആയിരുന്നു എന്ന് പറയുന്നതാ അതിൻ്റെ സത്യാവസ്ഥ. ഒരു 3 മാസം മുമ്പ് വരെ ഞാനിങ്ങനെയല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഗ്യാപ്പിനുള്ളിൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരുപാട് മാറ്റങ്ങളുണ്ടായി. അതിന് കാരണം അവനാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അപരിചിതൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു. അവനാ എന്നെ മാറ്റിയെടുത്ത്. ജെയിംസ്, ഞാൻ പറഞ്ഞല്ലോ, നീ ഇങ്ങോട്ടൊന്നും വരണ്ടേ, അവരങ്ങോട്ട് വന്നോളും. എടാ, അവരെ ഞാൻ പറഞ്ഞു വിട്ടോളന്ന്. അവരെ വരുമ്പോ നീ സാധനം കൊടുത്തുവിട്ടാൽ മതി. ശരി, എന്നാ വെച്ചോ. നോക്കിയേ, ക്ഷണക്കത്ത് ഡീസൻ്റ് ആയിക്കോട്ടെട്ടാ. ദേ, ഇത് വേറൊരു സപ്തതിയല്ല, സ്റ്റീഫൻ മോലാളുടെ അപ്പൻ്റെ സപ്തതിയാ. അതിൽ പത്രാസിൽ ഒരു കുറവും വരുത്തണ്ട കേട്ടല്ല. എന്നാലും ഒരു വെറൈറ്റി ഒക്കെ വേണം.
അപ്പച്ചാ, ക്ഷണക്കത്തിന്റെ വാചകങ്ങളിൽ പോലും പുതുമയുണ്ടായിരിക്കണമെന്നാ അമ്മ പറഞ്ഞേ. ആ ശരി, പുതുമയാ ഡി ഗ്ലാഡിയേ. അപ്പൊ ഈ സപ്തതി എന്നതിന് പകരം നീ വേറെ വല്ല വാക്കും കണ്ടുപിടിച്ചണ്ട? ദേ, അപ്പൻ ഇനി എത്ര കാലുണ്ടെന്ന് നമുക്കറിയോ? അപ്പൻ്റെ അവസാനത്തെ ആഘോഷം എന്ന രീതിയിൽ എന്തുകൊണ്ടും ശ്രദ്ധിക്കപ്പെടണം. ഒരിടത്തും പിശുക്ക് കാണിക്കരുത്. ആ ഇതാ ഞാൻ പറഞ്ഞ് നിന്റെ അമ്മയ്ക്കൊരു നന്ദിയില്ലാന്ന്. ഡി ഗ്ലാഡിയേ, ഞാൻ എവിടെ അടിപ്പിച്ച് കാണിച്ചേ? ഷോ, നിങ്ങൾ സമയം കളയാതെ പറ. നോക്കി ഇതിലേത് കാർഡാ സെലക്ട് ചെയ്യണേ? ഡി മോളെ, എല്ലാവരും പോയി വിളിക്കാന്നൊക്കെ പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. നിങ്ങടെ നോക്കിയേ, നിന്റെ അമ്മേ 2000 പേരെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചാണേ. അത് പിന്നെ എങ്ങനെയൊക്കെ നോക്കിയാലും അത്രയ്ക്കൊക്കെ പേരുണ്ടാവും. ഇത്രയൊക്കെ പേരെ എൻ്റെ അപ്പം പോയി വിളിക്കൂടി. ഈ വയസ്സാങ്കാലത്ത് അതും ഞാൻ ചെയ്യാടാ. എൻ്റെ അപ്പച്ചാ, അപ്പനകത്തങ്ങാനിരുന്നാ പോരെ? ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ ഇറങ്ങി നടന്ന് വല്ലോടെയും തട്ടി വീഴണോ? അതിനാർക്കടി വയസ്സായത്? നിന്റെ മാപ്പിളയ്ക്ക. റപ്പായി ഇപ്പോഴും ചെറുപ്പാടി. സീറ്റ് 70. ഞാനൊന്നും പറഞ്ഞില്ലേ. അപ്പാപ്പാ, ഇത് നോക്കിയേ, ഇതേക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞേ. നിർത്തി, അഭിപ്രായം പറച്ചില് നിർത്തി. വേണങ്ങല്ലേ അപ്പാപ്പാ? എടി കൊച്ചേ, നിന്നെ ഒറ്റൊരുത്തിനോർത്താ, അല്ലെങ്കിൽ ഇതൊന്നും കേട്ട് ഞാൻ നിൽക്കില്ല. അപ്പാപ്പാ, ഈ കുറി എങ്ങനെയുണ്ട്? അത് ശരി, എന്നെ അറിയിക്കാതെ എന്നോട് ആലോചിക്കാതെ അതും അടിച്ച? ഇല്ല അപ്പാപ്പാ, അടിക്കാനാ. എനിക്കിഷ്ടപ്പെട്ടത് ഇതാ. അപ്പാപ്പനോ? എന്റെ മുത്തിന് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മതിയ പാപ്പന്. സമ്മതിച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് തന്തയുടെയും തള്ളയുടെയും സ്വഭാവം നിനക്ക് കിട്ടിയില്ലല്ലോ. നീ കുരുത്തുള്ള കൊച്ചാടി. സ്റ്റീഫാ, ഭക്ഷണമൊക്കെ ആരെയാ ഏൽപ്പിക്കണേ? അപ്പ അതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നോട് ആലോചിക്കാതെയോ? എന്റെ സപ്തതിയാ ഇവിടെ നടക്കാൻ പോണേ, അല്ലാതെ നിന്റെ അല്ല. എന്നാ അപ്പനൊരു കാര്യം ചെയ്യ്, അതും കൂടി അപ്പനങ്ങോട്ട് ചെയ്യ്. ഞാൻ ചെയ്യൂടാ. അതിനുള്ള പ്രാപ്തിയേ ഈ റപ്പായി മാപ്പിളക്കുണ്ടാ. ആരാ മക്കളെ അത്? അറിയില്ലപ്പാ, ആരോ അപ്പനെ കാണാനാന്ന് തോന്നേ. എന്നെ കാണാനാ? അത് പാരാ? നോക്കി നിക്കാണ്ട് ചാക്കെട്ട് അകത്തോട്ട് വെക്കടാ. ഇവിടെ എങ്ങാനും വെച്ചാ പോരെ? ഇവിടെ വെച്ചാ പിന്നെ ഞാൻ എടുത്ത് അകത്തോണ്ട് വെക്കണ്ടേ? ഇരട്ടി പണി ഉണ്ടാക്കാണ്ട് നീ ഇത് അകത്ത് കൊണ്ടുപോയി വെക്കടാ. ആരാ? ഓട്ടോറിക്ഷ ഡ്രൈവർ പ്രകാശൻ. പ്രകാശൻ നല്ലടാ നിന്റെ പേര്. നല്ലടാവാ. നോക്കി നിക്കാണ്ട് ഇത് അകത്ത് കൊണ്ട് വെക്ക് പ്രകാശ. അല്ല, ഇതെന്താ മനസ്സിലായില്ല? ചക്ക. ഏ? വരിക്ക ചക്കേ. വരിക്ക ചക്കയാ? ആ, നല്ല ഒന്നാം തരം വരിക്ക ചക്ക. അതല്ല, നമ്മളാരാണെന്ന് മനസ്സിലായില്ല. ആ, ചോദിച്ചത് കേട്ടില്ലേ? നീ ആരാന്ന്? കണ്ടാലറിയാത്തവൻ കൊണ്ടാറിയത്തില്ലെന്ന് പറഞ്ഞത് ആരാ? ആരാ? ആ, ഉത്തരവാദിത്തില്ലാണ്ട് ആരേലും വന്ന് ഇങ്ങയുടെ കാല് തൊഴോ മൂപ്പിലെ? തൊഴോന്ന്. പ്രകാശ, കാശ് എത്രയായി? 60 രൂപയുടെ ഓട്ടോ ഉണ്ട്. 50 രൂപ തന്നാലും മതി. പ്രകാശോ, നീയേ അവിടെ നിന്ന് ഇവിടെ വരെ വന്നതിന്റെ കാര്യം ചോദിക്കാവൂട്ടാ. ഓട്ടോയുടെ വില പറയാൻ ഞാൻ പറഞ്ഞ ഒരു 40 അങ്ങോട്ട് തരും. എന്തേ ഒരു 40 രൂപ എടുത്തേ. മനസ്സിലായില്ല. ഞാൻ ചോദിച്ചതാണോ? ഒരു 40 റുപ്പീസ് ഇങ്ങെടുക്കാൻ. അതല്ല, നമ്മളാരാണെന്ന് മനസ്സിലായില്ലാന്ന്. വേണ്ടപ്പെട്ട ഒരാളല്ലാണ്ട് ഇവിടെ വന്ന് ഒരു 40 റുപ്പീസ് ചോദിക്കുവോ? കയ്യിൽ 500ന്റെ നോട്ടാ. അത് കാണിച്ച് ഈ ഓട്ടക്കാരനെ പേടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയ. ചില്ലറ മാറിക്കൊണ്ട് പോരായിരുന്നില്ലടാ നിനക്ക്? ചില്ലറ മാറില്ലെങ്കിൽ എന്താ മൂപ്പിനെ പോലീസ് പിടിക്കോ? നോക്കി നിക്കാതെ ഒരു 40 റുപ്പീസ് എടുക്ക്. അധികം നേരം ഇങ്ങനെ നിർത്തിച്ച വെയിറ്റിംഗ് ചാർജ് വാങ്ങൂന്ന്. സ്റ്റീഫാ, നീ നോക്കി നിക്കണ്ട, പോലീസിനെ വിളിക്കടാ. പോലീസാ? എന്തുട്ട് പോലീസ്? സൂക്ഷിച്ചു പോണട്ടാ.
ടിപ്പറിന്റെ അടിയിലൊന്നും ചെന്ന് കയറരുത്. ഇതേ കാരണവരെ, ഞാൻ നിങ്ങളോട് ചോദിക്കണേ, നിങ്ങൾ ആരാ? ഹൈ പെടക്കിലടാ, പറയില്ലേ? ഇതൊരു മാരനായില്ലത്. ഹൈ നിനക്കെന്നെ മനസ്സിലായില്ലേ? നീ മോത്തിക്കാ നോക്കിയേ, സൂക്ഷിച്ചു നോക്ക് നീ. ഹൈ കാരണവരെ, ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്ക്. ഹാ സൂക്ഷിച്ചു നോക്കിയേ. എടാ ഇത് നിങ്ങളുടെ ഇളയപ്പനാടാ, ഉലഹന്നാൻ ഉന്നച്ചൻ. ആ കാലങ്ങൾക്ക് മുമ്പ് കുടുംബക്കാർക്ക് ചീത്തപ്പേരുണ്ടാക്കിയിട്ട് നാട് വിട്ട ഉലഹന്നാൻ. നിന്നോർക്കാൻ അത്രയും പോരെ എൻ്റെ ഉന്നച്ച. അന്ന് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ നിന്റെ പരിപ്പ് ഞാൻ എടുത്തേനെ. ഹൈ കാരണവര് കൊള്ളാലോ, ചാതി ഓർമ്മയാണ് ഇഷ്ട. മറക്കാൻ പറ്റണ അതിക്രമങ്ങളാണോ ഉന്നച്ച നീ കാണിച്ചു വെച്ചേക്കണത്? പക്ഷെ ഞാനതൊക്കെ അപ്പോൾ തന്നെ മറന്നുട്ടാ. പിന്നെ ഫുള്ള് ദേശാടനായിരുന്നു, കന്യാകുമാരി തൊട്ട് കാശ്മീർ വരെ ഫുള്ള് ട്രിപ്പ് മോഡ്. കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കൂടെ ഇവിടെ വന്നങ്ങോട്ട് കൂടാന്നാ വെച്ച്. സ്റ്റീഫാ നീ ഹാപ്പി അല്ലടാ? പിന്നെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ഈ സമയത്ത് ഓട്ടോറിക്ഷ വിളിച്ച് വരുന്നു തീരെ പ്രതീക്ഷയില്ലാട്ടോ ഇളയപ്പാ. സ്റ്റീഫോ മോളെ ഗ്ലാഡീസേ, ഇളയപ്പൻ്റെ മുറിയാതടി. തൽക്കാലം ഇളയപ്പൻ കിഴക്കേ മുറിയിൽ അങ്ങോട്ട് കൂടിയാലോ? ആരാ അമ്മിയത്? ആ അത് അപ്പന്റെ വകയിലുള്ളൊരു ഇളയപ്പനാ. ഹോ എൻ്റെ ഗ്ലാഡിയേ, ഇയാളൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലേട്ടാ. അധികം വൈകാതെ പറഞ്ഞു വിടണം. ഇനിയിപ്പോ അപ്പന്റെ പരിപാടി കഴിഞ്ഞിട്ട് മതി. അപ്പാ ഇതപ്പോ കുരിശാവോ? നോക്കാം, തമ്പുരാനറിയാം. ആ സ്റ്റീഫാ, നീ പറഞ്ഞില്ലല്ലോ ഭക്ഷണം ആരെ ഏൽപ്പിച്ചേക്കണേന്ന്. എൻ്റെ അപ്പ അത് ഞാൻ നേരത്തെ പറഞ്ഞാണല്ലോ, അതൊക്കെ അവർ നോക്കിക്കോളുന്ന്. പോരാ, അത് ഞാൻ പറയണ ആൾക്ക് കൊടുത്താ മതി. നീ അത് സൈമനെ ഏൽപ്പിച്ചാ മതി. ഹൈ അപ്പം എന്തൊട്ട് തേങ്ങി പറയണേ. അതെ, ഇത് 4, 3, 7 ആൾക്കാർ കൂടുന്ന പരിപാടിയല്ല, ആയിരങ്ങൾ കൂടുന്ന പരിപാടിയാ. പിള്ളേരുകളില്ലെന്ന് ഒരു ചെറിയ പിഴവുണ്ടായാൽ മതി. അതിൻ്റെ മോശേ ഈ സ്റ്റീഫനാ, അതപ്പം മനസ്സിലാക്കിക്കോ. അവന് പിഴക്കില്ല, അവൻ എൻ്റെ അന്തോണിയുടെ മകനാ. തലമുറകള് കൈമാറി വന്ന കൈപ്പുണ്യ അവന്. എൻ്റെ പിറന്നാളിന് അവൻ ഭക്ഷണം ഒരുക്കിയാ മതി. ഇതേ എൻ്റെ തീരുമാന. ഹൈ എന്തൊരു ഫുഡിൻ്റെ കേസൊക്കെ. ഏളായപ്പനാണെങ്കിൽ ബേസിനിട്ട് കണ്ണും കണ്ടൂടാ. സ്റ്റീഫോ നീ ഒരു കുഴിമന്തിയാ പറഞ്ഞേ. ആ സ്റ്റീഫാ, തെക്കേപ്പുറത്ത് ഒരു കുഴിയെടുക്ക്, എന്നിട്ട് നീ ആദ്യം ഇവനെ കുഴിച്ചു മൂട്. ഹൗ അവൻ്റെ ഒരു കുഴിമന്തി. മിക്കതും എൻ്റെ പിറന്നാളും നിന്റെ ചാവും ഒരുമിച്ചായിരിക്കും. കാരണം ഒരു ടെറാണല്ലോ. ഞാൻ എന്തായാലും തീരുമാനിച്ചു കഴിഞ്ഞു. ഭക്ഷണം ഒരുക്കാൻ സൈമൻ മതി. എന്താ സ്റ്റീഫന് ഇനി വല്ല എതിർപ്പുണ്ടോ? എനിക്കെന്തിട്ട് എതിർപ്പ്? ഇത് അപ്പൻ്റെ സപ്തതിയല്ലേ. ഇത് ഡീസൻ്റ് ആക്കേണ്ടത് അപ്പൻ്റെയും കൂടി കാര്യം കേട്ടാ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. വേണ്ട, ഞാൻ പോയി പറഞ്ഞോളാം. എന്നാ ശരി, അപ്പം റെഡി ആയിക്കോ, ഞാൻ വണ്ടി ഇറക്കാം. ഏയ് അതൊന്നും വേണ്ട, നീ ക്ഷണക്കത്തിൻ്റെ കാര്യം നോക്ക്, ഞാൻ ഇവനെ കൂട്ടിക്കോളാം. ഉലഹന്നാനെ, ഇനി നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കെന്തിട്ട് ബുദ്ധിമുട്ട്? ഫുഡിൻ്റെ കേസല്ലേ. ഹൈ പൂക്കട്ട പൂങ്കാവടി അങ്ങട്. ചോട്ടോ മോട്ടോ, ഹോ ഒരെണ്ണത്തിനെ വിളിച്ച ആവശ്യത്തിനെ കിട്ടില്ല. അരെ ബുദ്ധസ് അപ്പേ ശരിക്കുള്ള പേര് വിളിച്ച നിനക്കൊക്കെ ചെവി കേൾക്കാം അല്ലേ? എന്നെ മൊല്ലാളി വിളിച്ചോ? നിങ്ങൾ അത്യാവശ്യമായിട്ടേ നമ്മുടെ പെയിന്റ് ഗോഡൗൺ വരെ ഒന്ന് പോണം. മൊല്ലാളി പെയിന്റ് കടക്കി തീ പിച്ച മണ്ട, നീ പറയുന്നത് അങ്ങോട്ട് കേക്ക്. അരേ ബുദ്ധു ചോട്ടു, മുതലാളി ബോൽ നമ്മളല്ലേ തീത്ത. തൂ ഹേ ബുദ്ധു, ഓ മരുന്ന് ഫാക്ടറി ഹേ, ദവാ ദവാ. ഒന്ന് പതുക്കെ പറയടാ പോത്തെ, നാട്ടുകാരെ അകത്ത് പോണ കേസാ. നിങ്ങൊക്കെ കൂടി എന്നെ അഴി എണ്ണിക്കടാ. നെയ് മൊല്ലാളി, നെയ് മൊല്ലാളി. മൊല്ലാളി ഖാന കാ ബാത്ത് പോയാ മതിയാ.
അപ്പോഴേക്ക് നേരം വൈകുന്ന്. ജെയിംസ് നിങ്ങൾ നോക്കിയേ അവിടെ കാത്തുക്കണ്ടാവും. അവൻ നിങ്ങളുടേക്ക് ഒരു പെട്ടിയാത്ത് വരും. അത് വാങ്ങിച്ചിട്ട് രണ്ടാളും കൂടി ഇവിടെ എസ്റ്റേറ്റിലേക്കാ വരണം. പറഞ്ഞു മനസ്സിലായ? മണ്ടത്തരൊന്നും കാണിക്കാതിട്ടാ. ഇല്ല മുതലാളി. ഓക്കെ ठीक है. മുതലാളി എവിടേക്ക് പോകാനുള്ള തിരക്കിലാണെന്ന് തോന്നുന്നു. मुलानी नहीं है, हम लोग जाएंगे. ക്യാ? पैसा के लिए. ഇവനെയൊക്കെ ഒന്ന് പോയിര അവിടുന്ന്. മുതലാളി വന്ന കാര്യം സമയം കളയാണ്ട് അങ്ങോട്ട് പറയാം. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം ഒന്ന് കളറാക്കാനാണ് അസോസിയേഷന്റെ തീരുമാനം. കളറാ? ഹോളിയാ? മുതലാളി ഹോളി ഹോളി. മോട്ടോ ഒരു കരോൽഗാന മത്സരം നടത്താനാ പ്ലാൻ. അതിന്റെ സമ്മാനത്തിലേക്കായിട്ട് മുതലാളി വക ഒരു 25 എഴുതിയാലോ? 25 സൈസി 1000 ഹസാർ. ഞാനൊരു 25,000 ഉദ്ദേശിച്ചേ. സച്ചി മുതലാളിക്കാ ബെഡാ ഫോട്ടോ വെക്കണം. പൊന്നു ചോട്ടു മോട്ടു, ഏത് നേരത്താണ് ഈ രണ്ടരത്തിനെയും കൂടെ കൂട്ടാൻ തോന്നിയ? നിങ്ങ ഇനി ഒന്നും മിണ്ടേം വേണ്ട ചെയ്യാൻ വേണ്ട. മിണ്ടാണ്ട് അവിടെ നിൽക്കാൻ പറ്റുമോ? അവിടെ മുതലാളി ഒന്നും പറഞ്ഞില്ല. സൂസമ്മേ, ബിസിനസ്സൊക്കെ ഭയങ്കര ഡള്ള. പോരത്തിന് അപ്പൻ്റെ സപ്തദ്യം നമുക്കൊരു 2000-3000 എഴുതിയാ പോരെ? മുതലാളി 2000 തന്നുള്ളൂ പറഞ്ഞ അതിന്റെ ക്ഷീണം മുതലാളിക്ക അല്ലേ സാറാ? പിന്നല്ല, ഈ പുത്തങ്കാട് മുതലാളി അല്ലാതെ വേറെ ആരും ഇത്രയും കാശ് കൊടുക്കാനുള്ളേ? അല്ല പിന്നെ. സത്യം പറയാലോ, മുതലാളിയുടെ അത്രയ്ക്കും കാശ് അന്തസ്സും വേറെ ആർക്കാ ഇവിടെയുള്ളേ? കാശ് മാത്രോ? ഈ പുത്തങ്കാട് മുതലാളിയുടെ അത്രയ്ക്ക് മാന്യനും സൽസ്വഭാവിയും ദാനശീലനും സർവോപരി സുന്ദരനും. മതി തല മുട്ടും. അതന്നെ, ഇത്രയ്ക്ക് ഗുണവിശേഷങ്ങളുള്ള ഒരാളെ ഈ പുത്തങ്കാട് മഷിട്ട് നോക്കിയാ കിട്ടോ? അതെ അതെ, നിങ്ങ പറഞ്ഞൊക്കെ ശരി തന്നെയാ. കാശിറക്കാനായിട്ട് ഈ പുത്തങ്കാട് പി സ്റ്റീഫൻ മാത്രമേ ഉള്ളൂ. എന്നാ അങ്ങടെ എഴുതുന്നു. പിന്നെ അവര് പറഞ്ഞ മാതിരി 2 ഫ്ലാഗ്സ് അങ്ങോട്ട് അടിച്ചേര്. ഒന്ന് ഇവിടെ കവലയിലും പിന്നൊന്ന് ഇവിടെ പള്ളിയുടെ മുമ്പിലും. നാട്ടുകാരങ്ങോട്ട് കാണട്ടേന്ന്. അതിനെന്താ, ഫ്ലെക്സിന്റെ കാര്യല്ലേ, അത് ഞങ്ങൾ അങ്ങോട്ട് ഏറ്റൂന്നേ. മുതലാളി എന്നാ ഞങ്ങളങ്ങോട്ട്. നിങ്ങ പോയില്ലേ? മുതലാളി പോലേനാ, हम लोग ഒന്നും ചെയ്യണ്ട ഇവിടെ. എന്റെ മാതാവേ, എത്ര പേരെയാ വണ്ടി ഇടിക്കണേ, എത്ര ഇടിയാ വെറുതെ പെട്ടണേ. ആരെ മുതലാളി വണ്ടി ഇടിച്ചേ? കോനെ മുതലാളി? പോത്തെ നോക്കി കണ്ടങ്ങട് ചെല്ലാട്. ഹലോ ഡേവിസേട്ടാ, സൈമണാ. നമ്മുടെ പരിപാടിക്ക് വേണ്ടി കുറച്ച് അഡ്വാൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് മതി. ഓ ശരി. കത്രീനെ, ഞായറാഴ്ച ഒരു മാമോദിസ പരിപാടി കിട്ടിയിട്ടുണ്ട്. ഈ മാസത്തെ വീട്ടുചെലവിനുള്ളത് തമ്പുരാൻ കാണിച്ചു തന്നു. മോളുടെ ഫീസ് കൊടുക്കണ സമയമായി, വീട്ടുവാടകയും കൊടുത്തിട്ടില്ല. അതും ചോദിച്ച് തോമാസേട്ടൻ 2 തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ 10-15 പിടിക്കാണ്ട് ഒരു വലിയ വർക്കൊക്കെ എടുത്തൂടെ? കൂലിപ്പണി കൊണ്ട് മാത്രം ഈ കാലത്ത് നമ്മൾ എങ്ങനെ ജീവിക്കാനാ? ഒരു പെൺകൊച്ചുള്ളത് വളർന്നു വരിക. അവൾ പഠിക്കുകയല്ലേ കത്രീന, അതിലൊക്കെ ഇനി സമയമുണ്ട്. അപ്പനപ്പൂപ്പന്മാരായിട്ട് കൈമാറി വന്നതാ ഈ പാചകകല. ചെറുപ്പത്തിൽ സ്കൂളില്ലാത്ത ദിവസം അപ്പൻ്റെ കൈയും പിടിച്ചോരോ പരിപാടിക്ക് പോവും. പുകയും ചൂടും കൊണ്ട് അപ്പൻ പണിയെടുക്കുന്നത് കാണുമ്പോൾ എൻ്റെ ചങ്കൊന്ന് പിടയ്ക്കും. അപ്പോ എന്നാലാകുന്നത് ഒക്കെ ഞാനും ചെയ്തു കൊടുക്കും. പാചകത്തിൻ്റെ ബാലപാഠങ്ങൾ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അപ്പനാ. ഓരോ കരുക്കൂട്ടും എനിക്ക് പറഞ്ഞു തന്ന് അത് ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ തലമുടി തഴുകിക്കൊണ്ട്
അപ്പൻ എന്നൊരു നോട്ടം നോക്കും. സ്നേഹത്തോടെയുള്ള ആ ഓരോ നോട്ടങ്ങളും ഇന്നും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുക. ഓരോ ചെറിയ വർക്കും ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു തോന്നല. അതൊരു ബലം തന്നെയാ. എടോ, അപ്പനോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിപ്പോഴും ഈ പാചകമൊക്കെ ചെയ്യണേ. നീ പറഞ്ഞതുപോലെ വലിയ വർക്കുകൾ ചെയ്യാനുള്ള ആത്മവിശ്വാസമൊന്നുമില്ല. അപ്പനില്ലാത്തോണ്ട് പതറിപ്പോകുമെന്നുള്ള പേടിയാ. ആൾബലമൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ ചേട്ടാ. ദേ ഒരാളിപ്പോ ഇവിടെ തന്നെ ഉണ്ടല്ലോ. ആര്? നീയോ? നന്നായിട്ടുണ്ട്. ഇരുന്നാ കാലിൽ മരവിപ്പ്, കിടന്നാൽ തണ്ടല്ലു വേദന, നടന്നാലോ മേലുവേദന, അങ്ങനെ സകലമാന വേദനകളുമുള്ള നീ ഇനി വർക്കിന് കൂടെ വന്ന് വയ്യാണ്ടായ എൻ്റെ പൊന്നോ, ഇപ്പൊ കിട്ടുന്ന ഈ ചായ പോലും കിട്ടാണ്ടാവും. ചേട്ടാ അതെ, എൻ്റെ കത്രീന കൊച്ചേ, നീ ഇവിടെ എങ്ങാനും ഇരുന്ന് വീട്ടിലെ പണിയൊക്കെ എടുത്ത് ആ TV ഒക്കെ ഒന്ന് കാണ്. എന്തേ, പുതിയ സീരിയലൊന്നും ഇല്ലേ ഇപ്പോ? ഏയ്, ഞാനിപ്പോ ബിഗ് ബോസ് മാത്രമേ കാണാറുള്ളൂ. ആ, അപ്പോഴേ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട. എല്ലാം അവിടുന്ന് ഒരാൾ കാണുന്നുണ്ട്. അവൻ ശരിയാക്കിക്കൊള്ളും. അമ്മാ അമ്മാ. ആഹാ, പപ്പയുടെ മുത്ത് വന്നാ? ആ, പപ്പന് നേരത്തെ വന്നാ? ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ സ്കൂളിലെന്താ പുതിയ വിശേഷം? ആ പപ്പ, ഞങ്ങൾ സ്കൂളിൽ നിന്ന് അടുത്ത മാസം ടൂറ് പോകുന്നുണ്ട്. ആഹാ. കൊടൈക്കനാലാ പോകുന്നേ. ഊട്ടിക്കും പോകുന്നു പറയുന്നുണ്ട്. എനിക്കും പോണം പപ്പ ടൂറ്. പിന്നെ ടൂറ് ഒരു സ്ഥലത്തേക്കും പോണ്ട, അല്ലെങ്കിൽ തന്നെ കൊട്ടയ്ക്കാ മാർക്ക്. പപ്പ, പപ്പേനെ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. നീ ചുമ്മാ കാര്യം അറിയാതെ തുള്ളല്ലേ പെണ്ണെ. അല്ലേലും ഈ അമ്മ ഇങ്ങനെയാ, എന്നെ ഒരു സ്ഥലത്തേക്കും വിടില്ല. ഇങ്ങനെ പൂട്ടി വെക്കും. എന്നോടൊരു സ്നേഹവും ഇല്ല. ആര് പറഞ്ഞു മുത്തിനോട് അമ്മയ്ക്ക് സ്നേഹമില്ലാന്ന്? അമ്മയ്ക്ക് ഈ ലോകത്തെ ഏറ്റവും സ്നേഹം എൻ്റെ മുത്തിനോടല്ലേ. അടുത്ത മാസമല്ലേ ടൂറ്? ഈ ടൂറിന് എന്തായാലും എൻ്റെ മുത്തു പോവും. പപ്പ, ആ പപ്പ, ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞോട് ഭയങ്കര തണുപ്പാന്ന്. ഒരു സ്വെറ്റർ മുത്തിന് വാങ്ങിച്ചാലോ? ഒരു സ്വെറ്ററിന്റെ കാര്യല്ലേ, പപ്പ അത് ഏറ്റു. എന്നാ നാളെ തന്നെ വാങ്ങണം. നാളെയോ? അതെന്തിനാ? അടുത്ത മാസമല്ലേ ടൂറ്? കാലത്ത് ട്യൂഷന് പോകുമ്പോ ഏഞ്ചൽ അന്യം സ്വെറ്റർ ഇട്ടാ വരണേ. ഞാൻ മാത്രം തണുത്ത് വരച്ച്. ഒരു സ്വെറ്റർ വാങ്ങിയാ എനിക്കും തണുക്കാണ്ട് പോവാലോ. ഓ, ഓക്കേ, നാളെ തന്നെ സ്വെറ്റർ വാങ്ങാം. ഇനി എൻ്റെ മുത്ത് തണുത്ത് മരവിച്ച് പോണ്ട. ഇപ്പൊ പോയി എൻ്റെ മുത്ത് ചായ കുടിക്ക്, എന്നിട്ട് ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്. ഓക്കെ പപ്പ. നിങ്ങളിത് എന്ത് ഭാവിച്ച മനുഷ്യ? ഇത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കാനാ? സൈമോ, ഇവിടെ ആരും ഇഷ്ടേ. ചേട്ടാ, ദേ റെപ്പായി മുതലാളി വന്നേക്കണ്. ആ, അപ്പൊ ആളും താമസിക്കണ്ടല്ലേ? മുതലാളി, ദാ ഇങ്ങോട്ടിരിക്കാം. കത്രീന, നീ കുടിക്കാൻ എന്തെങ്കിലും എടുത്തേ? ഞങ്ങളെ കുടിക്കാൻ മാത്രല്ല, കടിക്കാൻ എന്തെങ്കിലും എടുത്തോ? മുതലാളി ഒന്ന് ഫോൺ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനെ. എന്നിട്ട് വർത്താനടാ, ഇങ്ങനെ കാലൊടിഞ്ഞടക്ക? അയ്യോ, അങ്ങനെയല്ല, ഈ വയ്യാത്തോടത്ത് അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. കുറെ കാലായില്ലേ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. നിന്റെ അപ്പുണ്ടായിരുന്ന കാലത്ത് ദിവസേന ഞങ്ങൾ കാണുമായിരുന്നു. ചില്ലറ കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അല്പം മിനിങ്ങി എന്നിട്ടേ ഞങ്ങൾ പിരിയാറുള്ളൂ. അന്തോണി പോയതിന് ശേഷം ഞാനങ്ങനെ പുറത്തൊന്നും ഇറങ്ങാറില്ല. അങ്ങനെ പറ. നീ അന്തോണിയണ്ട മോനെ കണ്ടാ പറയില്ലാട്ടാ. എനിക്കങ്ങോട്ട് നിനക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ ഞാനൊരു പേര് പറയാം. ഗോമതി. കാരണൊരു ശല്യായില്ലോ. ഓ, പണ്ട് നാട് വിട്ടുപോയാ. അപ്പൊ നിനക്കും അറിയാ? കാരണൊരാൾക്കൊള്ളാലോ. നാട് മൊത്തം നോട്ടീസ് അടിച്ചില്ലേ? എന്റെ എവിടെയായിരുന്നു 10-20 കൊല്ലം? നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. കിട്ടിയ വണ്ടിക്കാ കയറിയ നാടാ വിട്ടു. പണിയെടുക്കാണ്ട് പിന്നെ എങ്ങനെ ജീവിക്കാന്നുള്ളൊരു അന്വേഷണമായിരുന്നു. ആ പോക്ക കാശ്മീര വരെ പോയി. ഓ, ചെയ്യാത്ത പണിയില്ല. കുറെ കാലം അങ്ങനെയാ പോയി. അവസാനം എനിക്ക് മനസ്സിലായി പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്ന്. അതെനിക്കിഷ്ടായില്ല. കിട്ടിയ വണ്ടിക്ക് ഇങ്ങോട്ടാ പോന്നു. കൊള്ളാം. ചായ ഒന്നുമില്ലോ.
ഇനി ഉഷാറാവും. ആ സൈമ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ല. ഈ വരുന്ന 30-ാം തീയതി എനിക്ക് 70 വയസ്സ് പൂർത്തിയാവുക. ജീവിതത്തിൻ്റെ പകുതി മുക്കാലും ഓടി തീർത്തു മോനെ. ഇനി ഓടാൻ ആഗ്രഹമുണ്ടെങ്കിലും വയ്യ. അപ്പോൾ മക്കൾക്കും പേരക്കുട്ടികൾക്കും ഒരേ ഒരു ആഗ്രഹം, അപ്പാപ്പൻ്റെ പിറന്നാൾ ആഘോഷിക്കണമെന്ന്. ഇനി എത്രത്തോളം മുന്നോട്ട് പോകാനാകുമെന്ന് തമ്പുരാന് മാത്രമേ അറിയൂ. എന്നാ പിന്നെ പിള്ളേരുടെ ഒരാഗ്രഹം കൂടിയല്ലേ എന്തു വിചാരിച്ചു ഞാനും അങ്ങോട്ട് സമ്മതിച്ചു. എൻ്റെ റോസിലിയുടെയും കല്യാണത്തിന് ഭക്ഷണം ഒരുക്കിയത് നിന്റെ അപ്പനാ. എൻ്റെ മൂത്ത 2 മക്കളുടെയും കല്യാണത്തിനും അവൻ തന്നെയായിരുന്നു. ഇളയോളുടെ കല്യാണത്തിന് മുൻപ് നല്ലൊരു ദൈവം വേഗം വിളിക്കും. ആ കേട്ടോ സൈമ, എൻ്റെ പിറന്നാളിന് എനിക്കൊരാഗ്രഹം. ഭക്ഷണം നീ ഒരുക്കിയാ മതി. അത് എൻ്റെ അന്തോണിയോടുള്ള എൻ്റെ ഒരു കടപ്പാടായിട്ട് കൂട്ടിയാ മതി. തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് എനിക്ക് മുതലാളിയോട്. ഈ പരിപാടി എന്നെ ഏൽപ്പിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. പിറന്നാളെന്നൊക്കെ പറയുമ്പോൾ എത്ര പേരുണ്ടാവും? ഒക്കെ കൂടി ഒരു 10,000-2000 പേരുണ്ടാവും. അല്ല കാരണമല്ലേ? അയ്യോ മുതലാളി ക്ഷമിക്കണം. അത്രയും പേർക്ക് ഭക്ഷണം ഒരുക്കാന്ന് പറഞ്ഞാൽ എനിക്കതിന് സാധിക്കുന്നു തോന്നണില്ല. വളരെ കുറച്ചു പേർക്ക് വെച്ചുണ്ടാക്കിയ പരിചയേ എനിക്കുള്ളൂ. പോരാത്തതിന് കൈസഹായത്തിനൊന്നും ആരുമില്ല താനും. എന്നോട് വിഷമൊന്നും തോന്നരുത്. പരിപാടി വേറെ ആരെങ്കിലും. ഹൈ, അതെന്ത് വർത്താന സൈമ, നീ ആളെ കളിയാക്ക. ഉന്നച്ചാ നിർത്ത് മോനെ. ഭക്ഷണം ആർക്കും ഉണ്ടാക്കാം. പക്ഷേ അതുണ്ടുന്നവൻ്റെ മനസ്സ് നിറണമെങ്കിൽ കൈപുണ്യം എന്നൊരു കൂട്ടുകൂടി ചേർക്കണം. അത് നിന്റെ അപ്പനായിട്ട് നിനക്ക് ആവോളം പകർന്നു തന്നിട്ടുണ്ട്. ഇനി ഒരു പിറന്നാൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടോന്ന് പോലും എനിക്കറിയില്ല. റപ്പായുടെ പിറന്നാളിന് ഭക്ഷണം കഴിച്ചു പോകുന്നവര് വയറിനൊപ്പം മനസ്സും നിറയണം. അതിന് എൻ്റെ അന്തോണിയുടെ മോൻ തന്നെ വേണം. മുതലാളി, പെട്ടെന്നൊരു തീരുമാനം ഇപ്പം നീ പറയണ്ട. നല്ലോണം ആലോചിച്ചിട്ട് നാളെ നീ വീട്ടിലേക്ക് അങ്ങോട്ട് വാ. ദൈവാനുഗ്രഹത്താൽ എല്ലാം നല്ലതിനാവട്ടെ. ഇത്രയും നല്ലൊരു അവസരം വന്നിട്ട് നിങ്ങൾ എന്താ മനുഷ്യ സമ്മതാണെന്ന് പറയാത്തെ? അല്പം മുമ്പല്ലേ നിങ്ങൾ പറഞ്ഞ് ഓരോ വർക്ക് ചെയ്യുമ്പോൾ അപ്പം കൂടെ ഉണ്ടെന്നും അതൊരു ബലമാണെന്നും. ദേ പപ്പൻ്റെ കൂട്ടുകാരനായിട്ട് വന്നപ്പോൾ നിങ്ങളുടെ മിണ്ടാട്ടം മുട്ടി. ഇപ്പൊ തന്നെയല്ലേ നിങ്ങൾ കൊച്ചിന് വാക്ക് കൊടുത്തത്? ടൂർ പോകാനും സെറ്റർ വാങ്ങാനും വീടിന്റെ വാടക കൊടുക്കാനും. ഇതിനൊക്കെ പണം വേണ്ടേ? അതിനായി ദൈവം നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുമ്പോ കത്രീനെ അപ്പനെ ഓർത്തിട്ട് തന്നെ എനിക്കൊരു മറുപടി പറയാൻ കഴിയാത്തതും. എൻ്റെ അപ്പനായിട്ടുണ്ടാക്കിയെടുത്തൊരു വിലയുണ്ട്. അത് ഞാനായിട്ട് എങ്ങനെയാ? 10-50 ആൾക്കാർക്ക് വെച്ചുണ്ടാക്കുന്നത് പോലെയല്ല. കൈയൊന്ന് പിഴച്ചാൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. പണത്തിന് ദൈവം മറ്റെന്തെങ്കിലും വഴി കാട്ടും. തൽക്കാലം ഞാൻ ആ ഡേവീസേട്ടനോട് അല്പം പണം ചോദിച്ചിട്ടുണ്ട്. വൈകുന്നേരം ചെല്ലാനാ പറഞ്ഞേക്കണേ. എത്ര കാലം നമ്മളിങ്ങനെ കടം മേടിച്ച് ജീവിക്കും? പണിയെടുക്കുന്നത് മുഴുവനും കടം വീട്ടാനേ തികയുന്നുള്ളൂ. പെങ്കച്ചൊരനുള്ളത് വളർന്നു വരിക. അവളുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടാൻ നമുക്ക് പറ്റിയോ? ഒരിക്കൽ കടപ്പെട്ടു പോയാൽ അതിന്ന് കര കയറാൻ ബുദ്ധിമുട്ടാ. പൈസയ്ക്കേ നമുക്കിപ്പോൾ കുറവുള്ളൂ. കടം മേടിച്ച് ഉള്ള സമാധാനം കൂടി കളയണോ? ഇത് കടം വാങ്ങുന്നതല്ല, വർക്കിനുള്ള അഡ്വാൻസ് തരാന്ന് ഡേവിസേട്ടൻ പറഞ്ഞിരുന്നു. അതിന്ന് ടൂറിനും സെറ്ററിനുള്ള പണമൊക്കെ കിട്ടും. ഞാൻ പറയാനുള്ളത് പറഞ്ഞേ ഉള്ളൂ. എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം. കാറ്റു
എന്തുട്ടാ കാറ്റ്, എന്തുട്ടാ മഴ. ഇപ്പൊ എങ്ങനെ പുണ്യാളെ വീട്ടിൽ പോവാ? സോറിട്ടാ. അതെ, ഉന്നച്ചൻ ഇത്തിരി കുടിച്ചിട്ടുണ്ട്. ഇച്ചിരിയല്ല, ഒരുപാട് കുടിച്ചിട്ടുണ്ട്. നീ ചോക്കി, എന്നോട് ചോക്കി, എന്തിനാ കുടിച്ചേര്? പ്രയാസം കൊണ്ടാ. ഞാനേ മനസാക്ഷിയുള്ളവല, ലോലകൃഷ്ണൻ. അത് നീ മനസ്സിലാക്കണം പുണ്യാള. ഡേ തിങ്കടോക്കിയേ, ആയ കാലത്ത് ഇവിടെ വിട്ട് പോയതായ ഉന്നച്ചൻ ആർക്കും ഒരു കയ്യബദ്ധം പറ്റാത്ത, അതല്ലേ ഉന്നത്തിനും പറ്റിയുള്ളൂ. നീ എന്തെങ്കിലും മിണ്ട് പുണ്യാള. നീ എന്നെ ഒന്ന് ഗുണദോഷിച്ചേ. ശെവിടെ ഹോ, എന്തുട്ടാ മഴ. ഈ മഴയും കൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും അടിച്ച കെട്ടിറങ്ങി പോവില്ലോ. നമ്മുടെ അടുത്ത കളി ശരിക്കും ഉന്നച്ചൻ്റെ അടുത്ത കളി. ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചാടി കിടക്കും. നമ്മളെവിടെയാ പുണ്യാളെ പറഞ്ഞു നിർത്തിയേ? ആ, ഗുണദോഷിക്ക്. നീ ഗുണദോഷിക്ക്. ഐ, എന്താ നീ മിണ്ടാത്ത? മിണ്ട് കണക്ക. ഉന്നച്ച എന്തുപറ്റി? ഉന്നച്ച എന്തുപറ്റി? എൻ്റെ കർത്താവേ, നീയായിരുന്ന. ഞാൻ വിചാരിച്ചു പുണ്യാളെ രൂപക്കൂട്ടിന്ന് ഇറങ്ങി വന്നു. ഓടിച്ച പറ്റും പോയി. ഈ സമയത്ത് ഞാൻ എവിടെ പോയി അടിക്കാനാണ്? ഷാപ്പ് അടച്ചോ ആവോ? ഉന്നച്ച മുണ്ട് മുണ്ട്. മിണ്ടാനും സമയമില്ല. ഷാപ്പ് അടയ്ക്കുമോ? പുണ്യാളിനോട് കുറെ നേരം ഞാൻ മിണ്ടില്ല. നീ ഇത്തിരി നേരം മുണ്ട്. ഞാൻ പോവാ. ഷാപ്പ് അടയ്ക്കും. എൻ്റെ പുണ്യാള, ആകെ ധർമ്മസങ്കരത്തിലാണ് ഞാൻ. ഒരു വശത്ത് റപ്പായി മുതലാളി, മറുവശത്ത് അപ്പൻ്റെ സൽപ്പേര്. ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് ആവുന്നില്ല. അഡ്വാൻസ് തരാമെന്ന് പറഞ്ഞ ദേവീസേട്ടൻ പറഞ്ഞ അത്ര തുക തന്നുമില്ല. എന്തൊരു ഗതികേടാണിത്. പക്ഷേ ആളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എഡിസൻ്റെ വേർപാട് ആളാകെ തകർത്തില്ലേ. ടൂറിനുള്ള പൈസയും സെറ്ററും വാങ്ങിത്തരാമെന്നും പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ. മോളോട് ഇനി ഞാൻ എന്താ പറയാ എൻ്റെ പുണ്യാള? ആലോചിക്കുമ്പോൾ കണ്ണിലാകെ ഇരുട്ട് കയറുന്നത് പോലെയാ. എന്നെ കൈവിടലെൻ്റെ പുണ്യാള. എനിക്കൊരു വഴി കാണിച്ചു തരണേ. എന്തത്? ആരാ? എന്താ അവിടെ? പുണ്യാള, പരീക്ഷിക്കല്ലേ. എന്റെ അമ്മേ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഈ പൂച്ച. പുണ്യാള, ധൈര്യം തരണേ. ആരാത്? നീ ഏതാ മോനെ? നിന്റെ വസ്ത്രങ്ങളൊക്കെ എന്തേ? എടാ, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? നീ എന്തിനിങ്ങനെ മഴ നനഞ്ഞിവിടെ ഇരിക്കണേ? ഞാൻ പറയുന്നു നീ കേൾക്കണില്ലേ? നീ എന്തെങ്കിലും ഒന്ന് പറയടാ. നീ എവിടത്തെയാ? നിനക്ക് എവിടേക്ക് പോകണ്ടേ? മോനെ, നീ എന്തെങ്കിലും ഒന്ന് പറയ്. അതോ നിനക്കിനി സംസാരശേഷി ഇല്ലേ? ഉണ്ട്. ഹൗ, പുണ്യാളം കാത്തു മിണ്ടി. അപ്പോ നിനക്ക് സംസാരിക്കാൻ അറിയാം. ദേ, നീ മഴയൊന്നും കൊള്ളണ്ട. തൽക്കാലം ഈ കോട്ടങ്ങോട്ടിട്. ദേ, എന്താ നിന്റെ പേര്? മൈക്കിൾ. മുൻപ് ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. നീ എവിടെന്നാ വരണേ? ഞാൻ അല്പം ദൂരത്തുനിന്ന ഒരു ജോലി തേടി വന്നതാ. താമസിക്കാനൊരിടവും ഭക്ഷണവും തേടി ഒരുപാട് ഞാൻ അലഞ്ഞു. അപ്പോഴാണ് ഇവിടെ ഒരു വെട്ടം കണ്ടത്. അത് ലക്ഷ്യം വെച്ച് ഇങ്ങോട്ട് ഞാൻ നടന്നു. ആ വഴിയിൽ വെച്ചൊരു കൂട്ടം നായ്ക്കൾ എന്നെ ആക്രമിച്ചു. എൻ്റെ വസ്ത്രങ്ങളെല്ലാം അവറ്റകൾ കടിച്ചു കീറി. ആരെങ്കിലും സഹായത്തിന് എത്തുന്നതുവരെ അവറ്റകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ
ഇവിടെ ഞാൻ ഒളിച്ചു. അല്ലെങ്കിൽ ഈ നായ്ക്കളെ കൊണ്ട് തോറ്റു. വേട്ടപ്പട്ടികളെ പോലെയാണ് അവറ്റിങ്ങളുടെ ആക്രമണം. ജീവൻ പോകാത്ത ഭാഗ്യ. ആട്ടെ, നീയൊന്നും കഴിച്ചില്ലെന്നല്ലേ പറഞ്ഞേ? സമയം എത്രയൊക്കെ ആയ നിലയ്ക്ക് ഇവിടെ കടകളൊന്നും ഉണ്ടാവില്ല. വിരോധമില്ലാച്ച എൻ്റെ വീട്ടിൽ വന്ന് അല്പം ഭക്ഷണം കഴിച്ച് ഇന്ന് അവിടെ കൂടാം. സന്തോഷം. ഈ നാട്ടിൽ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്താൻ പറ്റുമോ? ആദ്യം ഭക്ഷണം കഴിക്കാം, അത് കഴിഞ്ഞ് പിന്നെ ജോലി. എന്താ, അത് പോരെ? Newton's third law of motion. It states that for every action there is an equal and opposite reaction. Newton's third law of motion. It states that for every action there is an equal and opposite reaction. തേങ്ങ, ഇത് എത്ര പഠിച്ചിട്ടും തലേ കയറുന്നില്ലല്ലോ. അമ്മേ, എത്ര നേരം ഒരു ചായ ചോദിച്ചിട്ട്? ഇതിപ്പോ എത്രാമത്തെ ചായ അടി നീ പഠിക്കാനിരുന്നിട്ട് കുടിക്കണേ? ചായ ഇട്ട് എന്റെ കൈ ഒടിഞ്ഞു. ചായ കുടിച്ചാലേ മോൾക്ക് പഠിപ്പ് വരുള്ളൂന്നുണ്ടോ? പിന്നെ ഇതൊക്കെ തലേ കയറണ്ടേ? എന്നാ അമ്മ പറ, എന്താ ന്യൂട്ടന്റെ തേർഡ് ലോ? ഇതൊക്കെ പഠിക്കാനല്ലേ നിന്നെ കാശ് മുടക്കി ട്യൂഷന് വിടണേ? ആ, ഉത്തരം മുട്ടുമ്പോ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാ. പിന്നെ എനിക്ക് നിന്നോട് തർക്കിക്കാൻ സമയമില്ല. അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ട്. അമ്മേ, പാറ്റ. പാറ്റയോ? എവിടെ? അയ്യോ, അമ്മയുടെ മേത്ത് പാറ്റുണ്ടെന്നല്ല, സുവോളജി ലാബിക്ക് നാളെ ഒരു പാറ്റ വേണമെന്ന് പറയാൻ വന്നതാ. അപ്പോഴേക്കും ഇതെന്തിനാണെന്ന് മനസ്സിലായോ? മോള് നേരത്തെ ചോദിച്ചില്ലേ ന്യൂട്ടന്റെ തേർഡ് ലോ? ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതിപ്രവർത്തനം ഉണ്ടാകും. ഇപ്പൊ മനസ്സിലായോ? ആ, മനസ്സിലായി. എനിക്കിതെന്തിന്റെ കേടായിരുന്നു. നല്ല വേനെടുക്കുന്നത്. മുത്തേ, അമ്മേ, ദേ പപ്പ വന്നു. ഇതാരാ പപ്പ? അതൊക്കെ പറയാം. ആ പപ്പ എവിടുന്ന സെറ്റർ? അത് പിന്നെ മോൾക്ക് സെറ്റർ വാങ്ങാൻ ടൗണിലേക്ക് പോയതാ പപ്പ. അപ്പോഴാണ് വഴിയിൽ വെച്ച് ഈ ചേട്ടനെ കണ്ടത്. കുറേ നായ്ക്കൾ കൂടി ചേട്ടനെ കടിച്ചു കീറുമായിരുന്നു. ചേട്ടനെ രക്ഷിക്കുന്നതിനിടയിൽ ലാസ്റ്റ് ബസ് പപ്പയ്ക്ക് മിസ്സായി. നാളെ എന്തായാലും എൻ്റെ മുത്തിന് സെറ്റർ വാങ്ങി തന്നിരിക്കും. പപ്പയ്ക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ, വെറുതെ ആശിപ്പിക്കാനായിട്ട്. എനിക്കൊന്നും വേണ്ട ഇനി സെറ്റർ. എൻ്റെ മകളാ, അല്പം വാശിക്കാരിയാ. ക്രിസ്റ്റി എന്നാ പേര്. ഞാൻ മുത്തേ എന്ന് വിളിക്കൂ. ഇതൊന്നും നീ കാര്യാക്കണ്ടാട്ടോ. കുറച്ച് കഴിഞ്ഞ് താനെ ശരിയായിക്കൊള്ളും. ആ, ഇതെൻ്റെ ഒരേ ഒരു ഭാര്യ കത്രീന. ഇവളുടെ തനി പകർപ്പാണ് എൻ്റെ മോള്. വലിയ ദേഷ്യക്കാരിയാ. എന്നാൽ ഞാനും മോളെന്ന് വെച്ചാൽ ജീവനാ. ആ, ഇത് മൈക്കിളിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ദിപ്പോ വഴി കിടന്ന് കിട്ടിയതാ. അതെ, നിങ്ങളൊന്ന് വന്നേ. ഓ, ദേഷ്യത്തിലാ മൈക്കിളെ. ദിപ്പ വരാട്ടാ. നിങ്ങ പപ്പയുടെ ആരാ? ചോദിച്ചത് കേട്ടില്ലേ? എന്തെങ്കിലും ഒന്ന് പറയടോ. സുഹൃത്താണ്. സുഹൃത്തിന് ഈ കണക്കൊക്കെ വശമുണ്ടോ? എങ്കിൽ ഈ കണക്കൊന്ന് ചെയ്താ. ഓ, ഇതായിരുന്നോ? നോക്കട്ടെ. ഇത് സിമ്പിളല്ലേ? നീ ആള് കൊള്ളാലോ മൈക്കിളെ. ആ കത്രീനെ, നീ മൈക്കിളിന് മാറാൻ ഒരു ഡ്രസ്സ് എടുത്തു കൊടുത്തേ. മോനെ, നീ വിഷമിക്കണ്ടാട്ടാ, എല്ലാം ശരിയാവും. മോൻ പോയി കുളിച്ചു വായോ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. ഹാ, പിന്നെ മൈക്കിളെ, ഇവിടെ അധികം റൂമൊന്നുമില്ല. നീ ഇന്ന് എൻ്റെ കൂടെ കിടന്നോ. കത്രീനയും മോളും അപ്പുറത്തെ മുറി കിടന്നോളൂ. ഞാൻ കാരണം നിങ്ങൾക്കാകെ ബുദ്ധിമുട്ടായില്ലേ? കൂടുതൽ ബുദ്ധിമുട്ടിക്കല്ല, എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിപ്പെടുത്തി തരുമോ? ആട്ടെ, നിനക്ക് എന്തൊക്കെ ജോലി അറിയാം? എന്തു ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അല്പം കമ്പം പാചകത്തിലുണ്ട്. ആ, അതിപ്പോ ലാഭമായല്ലോ. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്ന്. നിങ്ങൾക്ക് കൈസഹായത്തിന് ഇപ്പൊ ഒരാളായില്ലേ? ഇനിയിപ്പോ ധൈര്യമായിട്ട് പോയി മുതലാളിയുടെ വർക്ക് എടുക്കാലോ. ദേ, കയ്യാളായിട്ട് മൈക്കിളുണ്ട്. നാളെ തന്നെ പോയിട്ട് റെപ്പായി മുതലാളിനെ കാണ്. നീ പറഞ്ഞതിലും കാര്യമില്ലാണ്ടില്ലാട്ടാ. ദൈവമായിട്ടായിരിക്കും ഇവൻ എനിക്ക് വഴിയിലിട്ട് തന്നത്. അപ്പൻ സ്വർഗത്തിലിരുന്ന് പറയുന്നതും
അത് തന്നെയായിരിക്കും. അപ്പൊ മൈക്കിളെ, നാളെ മുതൽ നീ എൻ്റെ വലങ്കൈ. ശരി സൈമ മുതലാളി. ഗ്ലാഡിസേ, മോളി വന്നൂട്ടാ. നീ ആരാ? നിങ്ങളാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടല്ലോ. നിങ്ങ കൊള്ളാല പെണ്ണുമ്പിള്ള. എന്റെ വീട്ടിൽ കയറുന്നു ഞാൻ ആരാന്നാ? ദേ, പെണ്ണും പിള്ളാന്നോ? അതൊക്കെ നിന്റെ പെമ്പറ നോത്തി പോയി വിളിച്ചാ മതി. കെട്ടിയോളെ വിളിക്കണോണം എന്നെ വിളിച്ചാണ്ടല്ലോ, എന്റെ കൈയുടെ ചൂട് നിങ്ങൾ അറിയും. എന്നെ ആര് കെട്ടിന്ന് പറയണേ? ബാച്ചിലറാ, ബാച്ചിലറ്. അതെന്തിയെ പെണ്ണ് കിട്ടിയില്ലേ? എനിക്ക് കല്യാണ പ്രായമായിട്ടില്ല. ആർക്ക്? നിങ്ങൾക്കോ? 10 വിസിലടിച്ചാലും വേവില്ല. അത്രയ്ക്ക് മൂപ്പുണ്ടല്ലോ കാർന്നോരെ. കാർന്നോരാ? അല്ല, ആരിത് മോളിയാ? നല്ല ആളാ. ഗ്ലോറിക്ക് ഒരു ആലോചന കൊണ്ടുവരാന്ന് പറഞ്ഞു പോയതല്ലേ മോളി നീ? എന്നിട്ട് ഇപ്പളാ വരണേ? അപ്പൊ ബ്രോക്കറാ? ആണെങ്കി വലിയ തരക്കേലാത്തൊരു കുട്ടിനെ എനിക്കും കൂടി സെറ്റാക്കുന്നത്. അതെന്തിനാ? വയസ്സാം കാലത്ത് കുഴമ്പിട്ട് തരാനോ? അറിഞ്ഞുകൊണ്ടൊരു കുട്ടിയെ കൊലക്ക് കൊടുക്കണോ കാർന്നോരെ? എനിക്ക് അതിന് മാത്രം പ്രായമൊന്നും ആയിട്ടില്ല. ഏറിപ്പോയാ ഒരു 40. എത്ര കൊല്ലം മുമ്പ്? അല്ലളേപ്പാ, വേറെ കെട്ടാൻ ഗോമതി സമ്മതിക്കോ? ഏത് ഗോമതി? ഏതൊക്കെ ഗോമതിമാരെ ഇളയപ്പനെ അറിയും? പണ്ട് ഇവിടെ നിന്നിരുന്ന ഗോമതിയെ പറ്റിയാ ഞാൻ പറഞ്ഞേ. ഒരു 24 വയസ്സുള്ള ഒരു ചെറുക്കൻ ഇവിടെ നടപ്പുണ്ട്. ഇളയപ്പന്റെ തനി പകർപ്പ്. ഇതേ ഗുണം, ഇതേ സ്വഭാവം, ഇതേ നിറം. ഗോമതി സമ്മതിച്ചാലും അവൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ദേ, അവന്റെ മുമ്പിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ. ചുരുക്കി പറഞ്ഞ ചെക്കമ്പള കണ്ടാ കാച്ചു. അത് ശരി. കാർന്നൊരാള് കൊള്ളാലോ. ഒന്ന് കെട്ടിയതല്ലേ? കെട്ടിയതല്ല എന്റെ സിസ്റ്ററെ. ഈ നല്ലവരായ നാട്ടുകാരില്ലേ, സത്യസന്ധര്, അവര് പിടിച്ചാ കെട്ടിച്ചു. ഓവേ. ഗ്ലാഡിസേ, ഞാൻ ഇറങ്ങാം. 1-2 വീട്ടിൽ കൂടി കയറണം. നോമ്പെടുക്കാറായില്ലേ? എല്ലാവർക്കും തിരക്കാ. അടുത്ത ആഴ്ച ഒരു കൂട്ടരെയും കൊണ്ടുവരാം. ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ അയച്ചേക്കാം. സിസ്റ്ററെ, നമ്മടെ കാര്യം മറക്കണ്ടാട്ടാ. ഗ്ലാഡീസ, കഞ്ഞി ആയില്ലടിയ? എന്റെ ഇളയപ്പ ഇപ്പൊ തന്നെയല്ലേ ചായ കുടിച്ചേ. കഞ്ഞി ആവണേ ഉള്ളൂ. എന്താന്നറിയില്ല, ഭയങ്കര പരാക്രമം. വെസ്പിന്റെ വയറ്റിലേ കൊക്കപ്പുഴ തോന്നുന്നുണ്ട്. കൊക്കപ്പുഴു ആയിരിക്കില്ല, ഇതേ കൊക്ക പാമ്പായിരിക്കും. ഗ്ലാഡീസേ. അമ്മേ, 1000 രൂപ അമ്മേ. എന്തിനാടാ നിനക്കിപ്പോ ഇത്രയും രൂപ? അതെനിക്ക് ബർത്ത്ഡേ ചെലവ് കൊടുക്കാനാ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ആഴ്ചയൊന്നായി. ഇത് എത്രാമത്തെ ചെലവ് കൊടുക്കലാടാ? 19 പോരടാ. അയ്യേ, 50. ഒരു മിഠായിക്ക് കൊടുക്കണം 150. അപ്പഴാ 150 രൂപയാ? നീ എന്തിട്ടി പറയണേ? നമ്മളൊക്കെ 5 പൈസ മിഠായിന്ന് പോരാട്ടാ. അതൊക്കെ പണ്ട്. ഇപ്പൊ കാലം മാറി അങ്കിളെ. ഡാഡി, അമ്മയോട് ഒരു 1000 ചോദിച്ചിട്ട് അമ്മ തരണില്ല. ക്ലാസ്സിലും ട്യൂഷനുള്ളവർക്കും വരെ ട്രീറ്റ് കൊടുത്തു. എന്തിന്? ബസ്സിൽ എൻ്റെ കൂടെ വരുന്നവർക്ക് വരെ ട്രീറ്റ് കൊടുത്തു. അപ്പൊ പിന്നെ ജിമ്മിലുള്ള എൻ്റെ ബഡീസിന് കൊടുക്കേണ്ട ട്രീറ്റ്. പിന്നെ നീ ക്യാഷാ പിടിച്ചേ? ക്യാഷ് കൂടുണ്ടാ. നീ നിന്റെ ഗേഡികൾക്ക് ട്രീറ്റ് കൊടുക്കടാ. നീയേ സ്റ്റീഫന്റെ മോനാ. അപ്പ ഒട്ടും കുറയ്ക്കണ്ട. പിന്നെടാ ജിയാ, അപ്പാപ്പന്റെ സബ്സിഡിയായിട്ട് നീ സ്കൂൾ മൊത്തം വിളിക്കടാ. അതൊക്കെ സെറ്റ് തന്നെ ഡാഡി. ലവ് യു. പോട്ടെ അമ്മ, ടാറ്റാ. ദേ, നിങ്ങൾ ഒറ്റ ഒരാളാ ഇവനിങ്ങനെ വഷളാക്കുന്നേ. നിങ്ങളുടെ അതേ അഹങ്കാരവും ദൂർത്തും ഒക്കെ കിട്ടിയിട്ടുണ്ട് ചെക്കന്. ദിഗ്ലാടിയേ, ഈ പ്രായത്തിൽ ഞാൻ കുറേ ആഗ്രഹങ്ങളായിട്ട് ജീവിച്ചേ. പക്ഷേ അന്നൊന്നും നമ്മുടെ അപ്പൻ്റെ കയ്യിൽ 5 കാശുണ്ടായില്ലേ. പക്ഷേ ഇന്നങ്ങനെയല്ലാട്ടാ. ഈ പുത്തങ്കാട് ഇടവക മുഴുവൻ വിഴുങ്ങാനുള്ള കാശ് നമ്മുടെ കയ്യിലുണ്ട്. എൻ്റെ മോനെ ബുദ്ധിമുട്ട് വരരുതെന്ന്. ഏത് സോ ഇന്നവ എന്ത് ചോദിച്ചാലും നമ്മൾ ചെയ്തോടുകൂടി എന്തേ. നീ ചക്കന് മാത്രം കൊടുക്കൂ. ഒരു 500 ഇളയപ്പനാളാ. ഇച്ചിരി അന്തിക്കള്ളു കുടിക്കാനാന്ന്. ഇളയപ്പിന് അന്ത്യാമ്പ് തരാന്ന്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് 50-ൽ 2.5 കിട്ടിയേക്കണേ ചെക്കന്. അതുകൂടി ഓർത്താ നല്ലതാ. അവൻ എന്തിനടി പഠിക്കണേ?
ഈ കാണുന്നതൊക്കെ അവനുള്ളതല്ലേ? അപ്പം പഠിച്ചിട്ടില്ല, പിന്നെ ചെക്കൻ ഇളയപ്പൻ എന്തെങ്കിലും പറഞ്ഞായിരുന്നാ? കഞ്ഞി ആയില്ലെന്ന് ചോദിച്ച മോനെ. കഞ്ഞി അവണ്ട്. മുതലാളി, ഹൈ, നമ്മുടെ സൈമണല്ലേ? മുതലാളി ഇല്ലേ? ദേ നിക്കണ് മുതലാളി, അപ്പച്ചൻ. അപ്പം കിടക്കടാ, എന്നിട്ട് പറയാനല്ലേ? എന്നോട് പറയടാ. അപ്പച്ചന്റെ പിറന്നാളിന് ഭക്ഷണം ഒരുക്കണ കാര്യം. സൈമ, സത്യം പറയാലോ, ഞാൻ ഈ പരിപാടി നമ്മുടെ മറ്റേ ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചതാ. അപ്പോഴേ നമ്മുടെ അപ്പൻ്റെ ഒരു ആഗ്രഹവും ഓൾഡ് ഫ്രണ്ട്ഷിപ്പും ഇമോഷനും സെന്റിമെന്റ്സും ഒക്കെ. പിന്നെ നോക്കിയപ്പോൾ അപ്പൻ്റെ ആഗ്രഹമില്ലെന്ന് വിചാരിച്ചാ മനസ്സിലോടെ ഞാൻ സമ്മതിച്ചത്. പിന്നെ ഫുഡിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കേട്ടാ. ഫുഡ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷമേ ക്യാഷേ തരുള്ളൂ. എല്ലാം ഓക്കെ ആണെങ്കിൽ നീ അഡ്വാൻസ് ഓഫീസിൽ നിന്ന് മേടിച്ചോടാ, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാന്ന്. പിന്നെ 2000 പേരെ നമ്മൾ ഉദ്ദേശിച്ചായിരുന്നേ. വിളിച്ചു വന്നപ്പോൾ അതൊരു 2500 ആയിട്ടുണ്ട്. യാതൊരു കാരണവശാലും ഫുഡ് തികയാതെ വരരുതിട്ടാ. അതനുസരിച്ച് നീ ഉണ്ടാക്കിയോടാ. സൈമ, നിനക്ക് പറഞ്ഞ് മനസ്സിലായില്ലെന്നുണ്ടാ? ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ മതിയാ? സൈമ, നിനക്കെന്നെ അറിയാലോ, ഞാൻ ഒരു കാര്യമായിട്ട് തീരുമാനിച്ചതാ. അതിന്ന് കടുക് മണി വ്യത്യാസം ഉണ്ടാവില്ല. നീ എന്നെ വെറുതെ വെടക്കാക്കരുതിട്ടാ. മുതലാളി, ഒരു നിമിഷം ഞങ്ങളൊന്ന് ആലോചിച്ചോട്ടെ. നീ ആലോചിക്കറാ. ധൈര്യമായിട്ട് വർക്ക് ഏറ്റെടുത്തോ. നീയും കേട്ടതല്ലേ സ്റ്റീഫൻ മുതലാളിയുടെ ഡിമാൻഡുകൾ. കയ്യൊന്ന് പിടച്ച എല്ലാം തീർന്നു. പിന്നെ സൈമൻ ഇവിടെ ഇല്ല. എടാ, എന്റെ കുടുംബം ഇല്ല. ഏറ്റെടുത്തില്ലെങ്കിൽ കുടുംബത്തെ മുതലാളി വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ചേട്ടൻ ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? എന്നാലും ഇത്ര റിസ്ക് അറിഞ്ഞോണ്ടെടുത്ത് തലേ വെക്കണോടാ. ഇപ്പോൾ സമ്മതം അറിയിച്ച് അഡ്വാൻസ് വാങ്ങ്. എടാ, അഡ്വാൻസ് വാങ്ങിച്ചിട്ട് പിന്നെ എങ്ങനെ ഒഴിയാ? മനുഷ്യൻ പരിപാടികൾ വിഭാവനം ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തീരുമാനം മറ്റൊന്നാണെങ്കിലോ? പരിപാടിക്ക് ഇനിയും സമയമുണ്ട്. ഇപ്പോഴത്തേക്ക് അഡ്വാൻസ് വാങ്ങുക. ക്രിസ്റ്റിക്ക് നല്ലൊരു സെറ്റർ വാങ്ങണ്ടേ നമുക്ക്? എടാ, എന്നാലും എന്നെ പൂർണ്ണമായി വിശ്വസിക്കേ. ഇപ്പോൾ ഞാൻ പറയുന്നത് ദയവായി കേൾക്ക്. പോയി സമ്മതം അറിയിച്ച് അഡ്വാൻസ് വാങ്ങ്. സ്റ്റീഫ, നീ ഇത് വേറെ വല്ല ആമ്പിള്ളേർക്കും കൊടുക്ക്. ഇവ മതിന്ന്. ഇവനാകുമ്പോ ഇത്തിരി ബഹുമാനത്തോടെ നമ്മൾ പറയുന്നതൊക്കെ കേട്ട് താന്നവിടെ നിന്നോളന്ന്. ഏത് മനസ്സിലാവണ്ടല്ലേ? പിന്നെ സൈമ, എന്തായി തീരുമാനം? നമുക്ക് പഠിക്കല്ലേ? ഞാൻ ചെയ്യാം മുതലാളി. ക്രിസ്റ്റി, ഒന്ന് നിൽക്കണേ. എന്താ ജിയോ? ക്രിസ്റ്റി, ഇന്ന് ക്രിസ്റ്റിയെ കാണാൻ ഒരു പ്രത്യേക ഭംഗി. കണ്ണെഴുതിയിട്ടുണ്ടോ? എന്തോ ആ കണ്ണുകൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു. എടാ ജിയോനെ, നീ ഒലിപ്പിക്കാണ്ട് കാര്യം പറ. എനിക്ക് പോയിട്ട് കുറെ പണിയുണ്ട്. അല്ലേലും ക്രിസ്റ്റിക്ക് എപ്പോഴും തിരക്ക, പ്രത്യേകിച്ച് ഞാൻ മിണ്ടാൻ വരുമ്പോ. ആവശ്യമുള്ള കാര്യമാണ് ഞാൻ നിൽക്കാറുണ്ടല്ലോ. വെറുതെ കളയാൻ എനിക്ക് സമയമില്ല. ചൂടാവല്ലേ ക്രിസ്റ്റി. ഞാൻ ചൂടായതല്ല, ഇതെന്റെ ടോണാ. ഓക്കെ നോക്കിയേ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. മറ്റെല്ലാവർക്കും ഞാൻ നോർമൽ സ്വീറ്റ്സ് കൊടുത്തപ്പോ എൻ്റെ ക്രിസ്റ്റിക്ക് ഞാൻ ഡയറി മിൽക്കാ കൊണ്ടുവന്നേ. എടാ ജിയോനെ, നിനക്ക് മാസത്തിൽ എത്ര ബർത്ത്ഡേ ഉണ്ട്? കഴിഞ്ഞ ആഴ്ച നീ നിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ഏഞ്ചല് ഡയറി മിൽക്ക് വാങ്ങിച്ചു കൊടുത്ത്. അത് അന്നെൻ്റെ പിറന്നാൾ മലയാള മാസം, ഇതെന്റെ ബർത്ത്ഡേ ഇംഗ്ലീഷ് മാസം. ഇപ്പൊ കറക്റ്റ് അല്ലേ? നീ വെറുതെ എന്റെ പിന്നെ നടന്ന സമയം കളയണ്ട. പോയിരുന്ന് 2 അക്ഷരം പഠിക്ക്. എന്താടാ ജിയോ, നിന്റെ ഈ ഡയറി മിൽക്കിലൊന്നും ക്രിസ്റ്റി വീണില്ലേ? നീ ഡയറി മിൽക്കൊക്കെ വിട്ട് വല്ല ഐഫോണൊക്കെ ആയിട്ട് വാ. അപ്പൊ ചിലപ്പോ ഞാനൊക്കെ ഒന്ന് വീണെന്നിരിക്കും. അതിന് നിന്നാർക്ക് വേണം? പിന്നെ ഐഫോൺ തന്ന് വീഴ്ത്താൻ പറ്റിയ ഒരാള്
നീ തമാശ പറയല്ല എന്നെ. രാജീവനെ ദൈവമേ, ഇവന്മാരോ? എടാ കാട്ടുകോഴി, നീ പരിപാടി നിർത്തിയില്ലേ? കോഴിത്തരം നിർത്തണമെങ്കിൽ ജിയോ ചാവണം അല്ലടാ. എടാ, എവിടെയും ഒരു ആണും പെണ്ണും സംസാരിക്കണ വന്നോളൂ ഒക്കെ. എന്തിനാടാ എൻ്റെ കഞ്ഞിയിൽ പാറ്റിയിടണേ? ജിയോ ചേട്ടാ, ഈ ഡയറി മിൽക്കിങ് കയറോ? ഓ, എന്നാ കൊണ്ട് തിന്ന്. അതെ, നമുക്ക് ഈ സംസാരം തൽക്കാലം ഇവിടെ വെച്ച് നിർത്താം. അതല്ലേ നല്ലത്? അന്നെ നാളെ സൺഡേ അല്ലേ? കാറ്റീസ് എക്സാമിന് നീ വല്ലതും പഠിച്ചാ? പരീക്ഷയ്ക്ക് തോറ്റ വികാരച്ചൻ്റെ അടുത്തേക്ക് വിടും ആ ഡാഗിനി. അതിലേതൊരു പഠിക്കുന്ന മാത്രം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ തന്നെ കാറ്റീസ് ഒക്കെ എന്തിനാ പഠിക്കണേ? ഇപ്പൊ നീ പറഞ്ഞത് കറക്റ്റാ. അല്ലേലും നമ്മളെന്തിനാ കാറ്റീസം പഠിക്കണേ? ഈ ജോലിയൊക്കെ കിട്ടാൻ നമുക്കിത് ആവശ്യമുണ്ടാ? എന്നോട് ഡാഡി പറഞ്ഞേക്കുന്നത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാറ്റീസത്തിന് പോയാൽ മതി എന്നാ. ഡാഡി തന്നെ പള്ളിയിൽ പോയിട്ട് കാലം കുറയും. വീട്ടിൽ അപ്പനമ്മ നേരെ തിരിച്ചാ. ദിവസവും പള്ളിയിൽ പോകണം, കുമ്പസാരിക്കണം, കാറ്റീസം ക്ലാസ് മുടങ്ങരുത് എന്ന് വേണ്ട ഒരു നീണ്ട ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെ, ആകെ കിട്ടുന്നത് ഒരു സൺഡേയാ. മനുഷ്യന് ഇച്ചിരി നേരം കിടക്കാന്ന് വെച്ചാ ഈ അമ്മ സമ്മതിക്കില്ല. അപ്പൊ കുത്തിയണിപ്പിച്ച് വിടും. ആ കൊച്ചന്മാരോട് ശരിയല്ലേ? ഈ അച്ഛന്മാർക്ക് കുർബാന എത്തിച്ചാ പോരെ? ഈ കുർബാനയ്ക്ക് കയറാത്തവരെ പിടിക്കേണ്ട കാര്യം എന്നിട്ടാ? അതും പോരാണ്ട് വീട്ടിലേക്ക് വിളിച്ചു പറയുകയും ചെയ്യും. കഴിഞ്ഞ ആഴ്ച എന്നെ ഒന്ന് പൊക്കിയായിരുന്നു. ആ, അപ്പൊ നിന്നെ പിടിച്ചാ? നാളെ ഇനി പഠിച്ചു ചെന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ആനി ടീച്ചർ വികാരച്ചൻ്റെ അടുത്തേക്ക് വിടും. അത് പിന്നെ അപ്പൻ്റെ ചെവിയിൽ എത്തുകയും ചെയ്യും. ഓ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. പിന്നെ ഈ വർഷം കൂടി ഉള്ളൂ എന്ന് ആലോചിക്കുമ്പോഴാ സമാധാനം. ഞാൻ പോവാ, ഒരു അനശ്നം പഠിക്കട്ടെ. ക്രിസ്റ്റി, പോവണോ? ദേ, ഡയറി മിൽക്ക് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ നാളെ ഐസ്ക്രീം വാങ്ങിത്തരാം. ദേ ക്രിസ്റ്റി, ആലോചിക്കാട്ടാ. ആലോചിക്കാന്നല്ല അവള് പറഞ്ഞേ. ഇതൊരു സൂചനയല്ലേ? ഒന്ന് പോയടാ, അവൻ്റെ ഒരു സൂചന. നീ വന്നേ. അപ്പൊ അല്ലേ? അതെ, നാളെ എന്തായാലും അവള് വീഴും. ഇല്ലേ ഞാൻ വീഴ്ത്തും. ക്രിസ്റ്റി, അത് ജിയോനുള്ളതാ. പോയ കാര്യം എന്തായി? കത്രീനെ, എനിക്കൊന്നും അറിയാൻ പാടില്ല. എല്ലാം ഈ മൈക്കിളിന്റെ ഉറപ്പിലാ ഞാൻ സമ്മതിച്ചേ. മോനെ, അത് ഞാൻ ആദ്യമായിട്ടാ ഇത്രയും വലിയ പരിപാടി ഏറ്റെടുക്കുന്നത്. അതിൻ്റെ ഈ ടെൻഷനും ദേഷ്യമൊക്കെ. മോൻ വേണം എല്ലാത്തിനും. ഒരു തൊഴിലാളിയായിട്ടല്ല, ഞങ്ങളുടെ മൂത്ത മോനായിട്ട്. അമ്മേ, ഞാനുണ്ടാകും എല്ലായ്പ്പോഴും. ഒരു മകനെ പോലെയല്ല, മകനായി തന്നെ. അമ്മേ, അമ്മേ, ഇനി ഞാൻ കുറച്ചു നേരം TV കണ്ടോട്ടെ. നിനക്ക് നാളെ കാറ്റീസം പരീക്ഷ ഉള്ളതല്ലേ? പോയിരുന്ന് പഠിക്കാൻ നോക്ക്. അത് കാറ്റീസ് അല്ലേ, സ്കൂൾ ടെസ്റ്റ് ഒന്നും അല്ലല്ലോ. ഞാൻ പഠിച്ചോളാം. അതെന്താടി കാറ്റീസ് അല്ലേന്ന്? ഈ കാറ്റീസം തോറ്റെന്ന് വെച്ചാൽ ഒരു കുഴപ്പം സംഭവിക്കാൻ പോണില്ല. ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് അറിയിക്കാൻ പള്ളി പോണില്ലേ, അത് തന്നെ ധാരാളം. പിന്നെ ഈ കാറ്റീസം പഠിച്ച് ഞാൻ കന്യാസ്ത്രീയാൻ പോവല്ലേ? ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളാവുന്നവര് മാത്രം പഠിക്കണത് ഈ കാറ്റീസം? അതെ. ഓ, തുടങ്ങി. ഇനിയിപ്പോ സുവിശേഷ പ്രസംഗവും തുടങ്ങും. ഞാൻ പഠിച്ചോളാം. മനുഷ്യന് ഒരു തരത്തിലും സ്വയം തരില്ല. കത്രീന, കണ്ടില്ലേ അവളുടെ അഹന്ത? വാൽനാക്ക് കൂടണ്ട്. കത്രീന, അവള് കുഞ്ഞല്ലേ? അവൾക്കേ നല്ല പെട കിട്ടാത്തതിന്റെയാ. പിന്നെ എന്താന്ന്? അമ്മേ, ഞാൻ സംസാരിക്കാം. ക്രിസ്റ്റി കൊച്ചിന്ന് നല്ല ദേഷ്യത്തിലാണല്ലോ. എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആട്ടെ, നാളെയല്ലേ കാറ്റീസം ടെസ്റ്റ്? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? ഞാൻ പഠിച്ചോളാം. എന്നാ കൊച്ചു പോയി പുസ്തകം എടുത്തുകൊണ്ട് വാ, ഞാൻ സഹായിക്കാം. ദേ മൈക്കിളെ, ഇത്ര നേരം അമ്മയായിരുന്നു, ഇപ്പൊ നീയും തുടങ്ങിയ. നിങ്ങൾ എല്ലാവരും പറയുന്ന ഇമ്പോർട്ടൻസ് ഒന്നും കാറ്റീസം പഠിക്കാനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് എന്തുപകാരമുള്ളേ? ശ്വാസം നിലച്ച ശരീരത്തിന് എന്താ സംഭവിക്കുക ക്രിസ്റ്റി? മരിച്ചു പോകും. ആ, ശ്വാസമില്ലാത്ത ശരീരത്തിന് ജീവനില്ലെന്ന് പറയുന്നത് പോലെ ആരാധനയില്ലാതെ ആത്മാവിന് ജീവിതമില്ല. ആരാധന ജീവിതത്തിൻ്റെ ഭാഗമല്ല, ആരാധനയാണ് ജീവിതം. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സൺഡേ സ്കൂളാ.
കാറ്റീസ് എന്നത് പൂർണ്ണമായി ദൈവത്തെക്കുറിച്ചറിയാൻ, അവിടുത്തെ തിരുവചനങ്ങളെക്കുറിച്ചറിയാൻ. ക്രിസ്റ്റി സഭയെപ്പറ്റി കേട്ടിട്ടില്ലേ? ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് സഭ, അവനോട് ചേർന്ന് നിൽക്കുന്നവൾ. ആ സഭയെപ്പറ്റിയും സഭാ ചരിത്രത്തെപ്പറ്റി അറിയാനും നമ്മെ സഹായിക്കുന്നത് സൺഡേ സ്കൂളല്ലേ? നഷ്ടങ്ങൾ നന്മയ്ക്കാണെന്ന് പഠിപ്പിക്കുന്ന ഏക സ്ഥലം സൺഡേ സ്കൂളാ. ലഭിച്ചത് അധികമാണെന്ന് പഠിപ്പിക്കുന്നത്, ഞാൻ ആഗ്രഹിച്ചതിലും ചിന്തിച്ചതിലുമുപരി എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ഏക സ്ഥലവും സൺഡേ സ്കൂളാ. അത്യാർത്തി കളയാൻ, നിരാശ കളയാൻ നമ്മെ പഠിപ്പിക്കുന്നത് സൺഡേ സ്കൂളാ. ഇതെല്ലാം കളഞ്ഞ് സമാധാനത്തോടെയുള്ള നല്ലൊരു ജീവിതം നയിക്കാൻ നമ്മെ പഠിപ്പിച്ച് ഒരുക്കുന്നതും സൺഡേ സ്കൂളാ. ക്രിസ്റ്റി, സ്വർഗരാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ആ സ്വർഗരാജ്യത്തെപ്പറ്റിയും ആ സ്വർഗീയ പൗരത്വം ലഭിക്കുന്നതിന് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതൊക്കെ എങ്ങനെയാണ്? ഈ സൺഡേ സ്കൂളുകളല്ലേ. ക്രിസ്റ്റിക്കൊരു വിശുദ്ധ ആകണ്ടേ? അപ്പോ അമ്മയും അപ്പനും പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി പഠിക്കി. ആ, പോയി പുസ്തകം എടുത്തു കൊണ്ടുവാ. മൈക്കിൾ ടീച്ചറാണോ? ടീച്ചറോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എല്ലാത്തിലും ഭയങ്കര അറിവ്, ഒരു സകല കലാവല്ലഭൻ. എന്തായാലും നൈസായിട്ടൊരു ടീച്ചർ എത്തു. നാത്തൂനേ. സിസിലി, എടി എത്ര നാളായിടി നിന്നെ കണ്ടിട്ട്? ഒരു മുന്നറിയിപ്പില്ലാണ്ടാണല്ലോ നിന്റെ ഈ വരവ്. അത് കൊള്ളാം. എന്റെ ചേട്ടനെ കാണാൻ മുൻകൂട്ടി അനുവാദം എടുക്കണോ? എടി, ബെന്നി പോയതിനു ശേഷം എത്ര വട്ടാ ഞാൻ നിന്നെ വിളിച്ചേ ഇവിടെ എൻ്റെ കൂടെ വന്നു താമസിക്കാൻ? അപ്പോഴൊക്കെ ബെന്നിയുടെ ഓർമ്മകളുള്ള ആ വീട് വിട്ടുവരാൻ നീ കൂട്ടാക്കിയില്ല. എത്രന്ന് വെച്ചാടി അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക്? ആ, ഇനി നിന്റെ ഇഷ്ടം. അല്ല, ഏതാ ഈ കുട്ടികൾ? എന്റെ മക്കളാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ ചേട്ടനോട് വയ്യാത്തൊരാളെ പറ്റി? കഴിഞ്ഞ ആഴ്ച അവളും കൂടി പോയതോടെ ഈ മക്കൾ തീർത്തും അനാഥരായി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഇവരിപ്പോ എന്റെ മക്കളെ പോലെയാ. പോലെയല്ല, ഇവരെന്റെ മക്കള് തന്നെയാ. ഇവർക്കിനി എന്നും ഒരമ്മയായി ഞാൻ കൂടെ തന്നെ ഉണ്ടാവും ചേട്ടാ. ഇത് പറയാനാ ഞാനീ ഓടിക്കതച്ച് വന്നേ. എടി, നീ ചെയ്തതാണതിന്റെ ശരി. സ്വന്തം മക്കളെ പോലും അമ്മത്തൊട്ടിലും മറ്റിടങ്ങളിലും ഉപേക്ഷിക്കുന്ന അമ്മമാരുള്ള ഈ കാലഘട്ടത്തിൽ അന്യന്റെ മക്കളെ സ്വന്തം മക്കളെപ്പോലെ സ്വീകരിച്ച നിന്റെ ഈ പ്രവൃത്തി, അത് നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂന കൂട്ടും. നീ എൻ്റെ പെങ്ങളായതിൽ എനിക്കിപ്പോ വളരെ സന്തോഷമുണ്ടടി. മക്കളുവാ, ആന്റി എന്തെങ്കിലും കഴിക്കാൻ തരാം. സിസിലിയാന്റെ പോന്നു. ദേ വന്ന് കേറിയുള്ളോ? എന്തായി മുത്തേ പഠിത്തം? ഫസ്റ്റ് വാങ്ങോ? ഇനി ചോദ്യപേപ്പർ കിട്ടേണ്ട താമസേ ഉള്ളൂ. ക്രിസ്റ്റിമോൾക്ക് തന്നെയായിരിക്കും ഇത്തവണ ഫസ്റ്റ് റാങ്ക്. ആ മൈക്കിളെ, ഇതെൻ്റെ ഒരേ ഒരു കൂടപ്പിറപ്പ് സിസിലി. സിസിലിയെ, ഇത് ഞങ്ങളുടെ മൂത്ത പുത്രൻ മൈക്കിൾ. നീ മാത്രല്ലാട്ടോ, ഞാനും സ്വർഗത്തിൽ അങ്ങോട്ട് നിക്ഷേപം തുടങ്ങി. ഈ ചേട്ടന്റെ ഒരു കാര്യം. ദേ, ക്രിസ്റ്റിമോള് ചേച്ചിയായല്ലോ. ഇനി മുതൽ ക്രിസ്റ്റിമോൾക്ക് 2 അനുജന്മാരും കൂടെ കൂട്ടായി. ദൈവം വലിയവനാ. ബെന്നി പോയി ഒറ്റയ്ക്കായിപ്പോയ എന്റെ സിസിലിക്ക് ദൈവം 2 മക്കളെ കൊടുത്ത് അനുഗ്രഹിച്ചില്ലേ മൈക്കിളെ? എന്തു പറ്റി മൈക്കിള്? നീ ആകെ വേർക്കണ്ടല്ലോ. നീ എന്തിനാ കുഞ്ഞിനെ കണ്ടത് മുഖം വെട്ടി തിരിച്ച്? മൈക്കിള്, ഞാൻ ചോദിക്കുന്ന നീ കേക്കണില്ലേ? സൈമേട്ടാ. ആ, എന്താ ജോണി? അതെ, നമ്മുടെ സ്റ്റീഫൻ മുതലാളി പോയിട്ടാ. കുഴഞ്ഞു വീണ് മരിച്ചെന്ന് കേട്ടെ. അറ്റാക്കായിരുന്നു.
പള്ളിയിൽ ഞാൻ അറിയിച്ചോളാം. യൂണിറ്റിൽ ബാക്കിയുള്ളവരെ അറിയിച്ചോളൂ കേട്ടാ. ഒരു പെടുമരണമായി പോയില്ല എൻ്റെ ദൈവമേ. എങ്ങനെ നടന്ന മനുഷ്യനാ. കത്രീന, നമുക്കൊന്ന് അവിടം വരെ പോയിട്ട് വരാം. സിസിലി, നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? ഞാനും വരാം ചേട്ടാ. മോളെ ക്രിസ്റ്റി, അപ്പച്ചൻ സ്റ്റീഫൻ മുതലാളിയെ കണ്ടിട്ട് ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വരാം. മോള് ചേട്ടൻ്റെ കൂടെ ഇരുന്ന് പഠിക്കട്ടാ. എല്ലാത്തിനെയും കുറിച്ച് ആഴത്തിൽ അറിവുള്ള വ്യക്തി. ഒരു കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ പേടിക്കുക, ഒരു മരണം കേൾക്കുമ്പോൾ അത് സന്തോഷിക്കുക. വളരെ ഡിഫറെൻ്റ് ആയ ഒരു രീതി, ഒരു കൺഫ്യൂഷൻ. ശരിക്കും നീ ആരാ? ക്രിസ്റ്റി, നിന്നോട് ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കാം. മനുഷ്യന്റെ ഉള്ളിൽ വസിക്കുന്നത് എന്താണ്? മനുഷ്യനെ അറിയാൻ കഴിയാത്തത് എന്താണ്? മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? അറിയില്ല. ഇതൊക്കെ നീ എന്നോട് ചോദിക്കണേ? എനിക്ക് ആവശ്യമുണ്ട്. നിങ്ങളൊരു സാധാരണക്കാരനല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ എന്ന ഉപകാരമായി. മൈക്കിളെ, ഇവിടെ വന്നതിന് ശേഷം 3 തവണ നീ ചിരിച്ചിട്ടുള്ളൂ. ആദ്യം ഭക്ഷണം വിളമ്പി തന്നപ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്ത് നോക്കി. പിന്നെ നീ ചിരിച്ചത് ആ മരണവാർത്ത കേട്ടപ്പോഴാ. അവസാനം ആ കൊച്ചിൻ്റെ മുഖത്ത് നോക്കി നീ ചിരിച്ചു. എന്തിനാ മൈക്കിൾ നീ ചിരിച്ചേ? ക്രിസ്റ്റി, നീ പറഞ്ഞത് ശരിയാണ്. ഞാനൊരു സാധാരണക്കാരനല്ല. അല്പസമയം നീ കണ്ണുകളൊന്ന് അടച്ചേ. ദേ മൈക്കിളെ, കുറെ നേരമായി ഞാൻ കണ്ണുറക്കാൻ പോവാ. മൈക്കിളെ, എനിക്ക് നിന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ. മൈക്കിളെ, നീ എവിടെയാ? മൈക്കിളെ, മൈക്കിളെ. ക്രിസ്റ്റി, ഞാൻ മൈക്കിൾ. ദൈവസന്നിധിയിൽ നിന്നും വരുന്ന ഒരു മാലാഖയാണ്. ഒരു ദിവസം ദൈവം എന്നോട് ഭൂമിയിൽ പോയൊരു സ്ത്രീയുടെ ആത്മാവിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച ദയനീയമായിരുന്നു. അവൾ പ്രസവിച്ചിട്ട് അധികം സമയമായിരുന്നില്ല. 2 ആൺകുഞ്ഞുങ്ങളായിരുന്നു അവൾക്ക്. എന്നെ കണ്ടപ്പോൾ അവൾക്ക് കാര്യം പിടികിട്ടി. അവൾ കരഞ്ഞു. തൻ്റെ ജീവൻ എടുക്കരുതെന്നും 2 ദിവസം മുൻപാണ് തൻ്റെ ഭർത്താവ് മരിച്ചതെന്നും ഇപ്പോൾ താൻ കൂടി പോയാൽ ഈ കുട്ടികൾക്ക് ആരുമുണ്ടാവില്ലെന്ന് പറഞ്ഞു. അവളുടെ കരച്ചിൽ കേട്ട് ഞാൻ തിരിച്ചുപോയി. ആത്മാവിനെ കൊണ്ടുവരാതിരുന്നതിന് ദൈവം എന്നെ ശാസിച്ചു. തിരിച്ചുപോയി അവരെ കൂട്ടിക്കൊണ്ടുവരാൻ ദൈവം എന്നോട് പറഞ്ഞു. എന്നിട്ട് ദൈവം ഒരു കാര്യം കൂടി എന്നോട് പറഞ്ഞു. മനുഷ്യൻ ജീവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നീ മനസ്സിലാക്കണം. അതിന് കുറച്ചുനാൾ നീ ഭൂമിയിൽ താമസിക്കണം. ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് പോയി ആ സ്ത്രീയുടെ ജീവനെടുത്തു. തിരിച്ചു പറക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നും അവരുടെ ആത്മാവ് തനിയെ മുകളിലേക്ക് പോയി. ആരോ തള്ളിയിട്ടതുപോലെ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള കപ്പേളയ്ക്ക് മുൻപിൽ വന്ന് വീഴുകയും ചെയ്തു. അവിടെ ഞാൻ കിടക്കുമ്പോൾ സൈമണിന് ദയ തോന്നി എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോന്നു. വീട്ടിൽ അമ്മ ആദ്യം വഴക്കു പറഞ്ഞെങ്കിലും ദയ തോന്നി ഭക്ഷണം തന്നു. മനുഷ്യൻ ജീവിക്കുന്നതിൻ്റെ ഒരു കാരണം ദയയാണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു.
ആ തിരിച്ചറിവിലാണ് ക്രിസ്റ്റിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ആദ്യം ഞാൻ പുഞ്ചിരിച്ചത്. പിന്നെ ഞാൻ ചിരിച്ചത് ആ മരണവാർത്ത കേട്ടപ്പോഴാണ്. സ്റ്റീഫൻ സൈമണിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അയാളുടെ പുറകിലുണ്ടായിരുന്ന മരണത്തിൻ്റെ മാലാഖയെയാണ്. സ്റ്റീഫൻ മരിക്കാൻ പോവുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അയാൾ അപ്പോഴും സംസാരിച്ചു കൊണ്ടിരുന്നത് ധൂർത്തിനെക്കുറിച്ചാണ്. പണമായിരുന്നു അയാൾക്കെല്ലാം. അപ്പൻ്റെ പിറന്നാൾ ഏറ്റവും ഗംഭീരമായി നടത്തണമെന്ന് ആഗ്രഹിച്ച അയാൾക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. മനുഷ്യർക്ക് അവർക്ക് യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണെന്നറിയില്ലെന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും അവർ ബഹളം വയ്ക്കുന്നത് എന്നും എനിക്ക് മനസ്സിലായി. മൂന്നാമത് ഞാൻ ചിരിച്ചത് ആ കുട്ടികളെ കണ്ടപ്പോഴാണ്. ഇവരുടെ അമ്മയുടെ ജീവനാണ് ഞാനെടുത്തത്. ആ സ്ത്രീ മരിച്ചെങ്കിലും തൊട്ടടുത്തുള്ള വീട്ടിലെ സിസിലി അവരെടുത്തു വളർത്തി. അവർക്ക് കുഞ്ഞുങ്ങളോടുള്ള സ്നേഹവും കരുണയും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഈ കുഞ്ഞുങ്ങൾ മരിക്കാതിരുന്നത്. ഒരാൾ മരിക്കുന്നതുകൊണ്ട് ലോകം അവസാനിക്കുന്നില്ലെന്നും ഈ ലോകത്ത് സ്നേഹമുള്ളിടത്തോളം കാലം മനുഷ്യർ ജീവിക്കും എന്നുമാണ് ദൈവം എന്നെ പഠിപ്പിച്ചത്. സ്നേഹമാണ് ആത്യന്തികമായി ഈ ഭൂമിയിൽ മനുഷ്യജീവിതം സാധ്യമാക്കുന്നത്. ക്രിസ്റ്റി, നിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്രയും നല്ല മാതാപിതാക്കളെ നിനക്ക് ലഭിച്ചത്. സൈമണും കത്രീനയും ജീവിക്കുന്ന മാതൃകകളാണ്. അവരാണ് നിന്റെ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്ക്. പോകാൻ സമയമായി. എല്ലാം നല്ലതിനാകട്ടെ. മൈക്കിളെ, അപ്പോ ഇനി നമ്മ കാണില്ലേ? അതെ, ആ അപരിചിതൻ എന്ന് തീർത്തും എനിക്ക് പരിചിതനാണ്. സ്നേഹവും കാരുണ്യവും ദയയും ഈ ഭൂമിയിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് നാം ഇവിടെ ജീവിക്കുന്നത്. പക്ഷേ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല. മൈക്കിളാ എനിക്ക് ഈ തിരിച്ചറിവ് തന്നത്. എന്നെ ഇത്തരത്തിൽ മാറ്റിയെടുത്തതും അവനാ. പക്ഷേ ഇത്രയും നാളെൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു മാലാഖയാണെന്ന് തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി. ഇപ്പോൾ എനിക്ക് വേണ്ടി സ്വർഗത്തിൽ മാധ്യസ്ഥ അപേക്ഷിക്കാൻ എനിക്കൊരു മാലാഖയുണ്ട്, എൻ്റെ മൈക്കിളുണ്ട്. ഒരിക്കൽ കൂടി എനിക്കെൻ്റെ മൈക്കിളിനൊന്ന് കാണാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മൈക്കിളിനെ കണ്ടെത്താൻ നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. മോളെ ക്രിസ്റ്റി.